ഒടുവിൽ ലോകം ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. ഇസ്രയേലിൽ വൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിയാണിപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെല്ലവീവിൽ പതിച്ചിരിക്കുന്നത്. ഇത് ഇസ്രയേലിന്റെ സകല കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ്. ഗാസയിലെ ജനങ്ങളെയും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെയും കൊന്നതിന് മറുപടിയായി ഇസ്രയേലിന് നേരെ ഡസൻ കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ തകർന്നടിഞ്ഞത് പേരുകേട്ട ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പതിയിരുന്ന ഇറാൻ കൃത്യമായ പ്ലാനോടുകൂടി നടത്തിയ ഈ ആക്രമണത്തിനു മുന്നിൽ ഇസ്രയേൽ പകച്ചു നിൽക്കുകയാണ്. ഇസ്രയേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് ഉയരുന്നത്. റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക കരുതുന്നത്. അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാനു വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുമെന്ന കാര്യവും ഉറപ്പാണ്. ഇസ്രയേലിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതായാണ് BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സിവിലിയന്മാരോട് ബങ്കറിൽ അഭയം തേടാൻ ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം ലെബനനെ കരമാർഗം ആക്രമിച്ചു തുടങ്ങിയതോടെയാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതോടെ ലെബനനിൽപ്പെട്ട ഇസ്രയേൽ സൈനികരും കുടുങ്ങുന്ന അവസ്ഥയിലാണ്. തന്റെ രാജ്യം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടങ്ങളിലൊന്ന് അഭിമുഖീകരിക്കുകയാണെന്നും 1 ദശലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും ലെബനീസ് പ്രധാനമന്ത്രി പറയുമ്പോൾ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇസ്രയേൽ തലസ്ഥാനത്തുൾപ്പെടെ മിസൈൽ ആക്രമണത്തിന് ഒപ്പം തന്നെ ചാവേറുകളും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്യന്തം ഭീതിജനകമായ അവസ്ഥയാണിത്. അതിനിടെ ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു ഉന്നത നേതാവിനെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫാണ് കൊല്ലപ്പെട്ടത്. മധ്യ ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ മാധ്യമവിഭാഗം തലവനായിരുന്നു അഫീഫ്. സിറിയൻ ബാത്ത് പാർട്ടിയുടെ ലെബനനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിലാണ് അഫീഫിന്റെ ജീവൻ നഷ്ടമായത്. ലെബനനിൽ ഇസ്രയേൽ വധിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഹിസ്ബുള്ള നേതാവാണ് മുഹമ്മദ് അഫീഫ്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കുണ്ട്. അഫീഫിന്റെ മരണത്തിൽ ഹിസ്ബുള്ള മാധ്യമവിഭാഗം അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ വാർത്താസമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് അഫീഫായിരുന്നു. സെപ്റ്റംബർ അവസാനം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറല്ലയുടെ കൊലപാതകത്തിനു ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു അഫീഫ്. കുറച്ചുകാലം അൽമനാൽ TV സ്റ്റേഷന്റെ പ്രവർത്തന ചുമതലയും ഉണ്ടായിരുന്നു. ലെബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 1.5 മാസമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നടത്തുന്ന ഇസ്രയേൽ സൈന്യം ഇത്ര കനത്ത നാശം വിതയ്ക്കുന്നത് ആദ്യമായാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.